ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒന്നും അങ്ങനെ ഇൻട്രോ എടുക്കാനൊന്നും സമയം കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊന്ന് ടൗണിൽ പോവാം. അതായത് ശ്രീകുട്ടന് ഹെയർ കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, ഒത്തിരി വളർന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇന്ന് നേരെ കൂത്തുപറമ്പിലേക്ക് പോവാം, നമ്മുടെ ടൗണിലോട്ട് പോയിട്ട് അവൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊന്ന് ടൗണിലോട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്, ഏട്ടനില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ കൂത്തുപറമ്പ് വരെ ഓട്ടോയിലാണ് പോയത്. നാട്ടിലെ ഓട്ടോ തന്നെയാണ്, ഗംഗാട്ടൻ്റെ. അപ്പം അതിനിടയിൽ അവരിങ്ങനെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അവർക്ക്. അപ്പോൾ നമ്മൾ നേരെ ടൗണിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ അമ്പലമാണ് ശ്രീ കൊങ്കച്ചി ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലക്ഷദീപ സമർപ്പണം ഉണ്ട് കേട്ടോ. ജനുവരി 23-നാണ്. അതായത് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ നാളെയാണ് ഒരു ഇത് വരുന്നത്. ആദ്യ ദീപസമർപ്പണം മാളികപ്പുറം ഫെയിം ബേബി ദേവനന്ദിയാണ്. അപ്പം അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിലെത്തി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോണത്. കൂത്തുപറമ്പ് തലശ്ശേരി റൂട്ടിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പം നേരെ ഉള്ളിലോട്ട് കയറി. നല്ല തിരക്കുണ്ടാവും, ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, 2 പേരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി. വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചെൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം 2 ആൾ കഴിയാനുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുള്ള് കട്ട് ചെയ്യട്ടെ മുടി. എവിടെ അല്ല മുട്ട അടിക്കാം, വേറെ ഒന്നും കട്ട് ചെയ്യണ്ട. ശ്രീകുട്ടി എൻ്റെ മുട്ട അടിച്ചല്ലോ വേണ്ട. അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഏതാ ശ്രീകുട്ടൻ? മുകളിൽ ഫസ്റ്റ് മേലുള്ളതാ? ഓ ശ്രീകുട്ട എന്നെ അങ്ങ് കണ്ണാടി കാണുന്നത്. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ശ്രീകുട്ടൻ അത് റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഹെയർ കംപ്ലീറ്റ് ഫ്രണ്ടൊന്നും അങ്ങനെ ഫുള്ള് കട്ട് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ. ആദ്യമേ സമ്മതിക്കില്ലായിരുന്നു, ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റ് ആയത് തന്നെ. ലാസ്റ്റ് ഞാൻ കുറേ പറഞ്ഞ് പനി വരും, ജലദോഷം വരും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓക്കെ ആയത്. എന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിലൊന്നും കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റൊരു പ്രോമിസ് കൊടുത്തിട്ടാണ് ഇയാൾ ഇരിക്കണത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ എടുത്താൽ മതി, ഫ്രണ്ട് ഹെയർ കുറച്ച് അവിടെ നിന്നോട്ടേ പറഞ്ഞു. അങ്ങനെ ശ്രീകുട്ടൻ്റെ ഹെയറൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഹെയർ സ്റ്റൈല്. സൂപ്പർ അടിപൊളി. ഇഷ്ടമായിനാ? അതിനുശേഷം നമ്മൾ നേരെ ഒരു ചെരുപ്പ് വാങ്ങാനാണ് കേട്ടോ പോയത്. എനിക്കൊരു ചെരുപ്പ് വേണമായിരുന്നു, കുറേ ദിവസമായി വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ചേട്ടാ എനിക്ക് ചെരുപ്പ് വേണം. അപ്പം ഇതെന്നാ കുറേ ചെരുപ്പൊക്കെ നോക്കിയിട്ടാ. അപ്പോഴാണ് ശ്രീകുട്ട അവിടെ പിണങ്ങി നിൽക്കണം, അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട്. ഏതാ ഒന്ന് സെലക്ട് ചെയ്ത് തരണം എനിക്ക്.
ഇത് രസമില്ല ചിക്കട? ഇത് രസമില്ല അല്ലേ? ഏതാ നോക്കാം. ഏതാ ഈ പച്ച ഇട്ട് നോക്കണ്ടേ? അപ്പൊ ഈ കാലൊക്കെ എടുക്കുന്ന എന്താണ്? ചീക്കുടൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് എടാ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് സ്കൂളിൽ ലുക്കായിട്ടുണ്ട്. ആ ശ്രീകുട്ടി എനിക്ക് ചെരുപ്പ് സെലക്ട് ചെയ്ത് തരുമോ? ശ്രീകുട്ടിക്ക് ചെരുപ്പ് വാങ്ങാത്തതുകൊണ്ട് ദേഷ്യമാണ്. എനിക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെരുപ്പ് നോക്കി. ലാസ്റ്റ് ഞാൻ എനിക്കിതാ ഈ ബ്ലാക്കാണ് ഇഷ്ടമായത്. ഉള്ളതിൽ എനിക്കിതാണ് ഇഷ്ടമായി കേട്ടോ. ഇതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ കൂൾ ബാറിലോട്ടാണ് പോയത്. രണ്ടുപേർക്ക് എന്തെങ്കിലും തണുത്ത് വേണമെന്ന് പറഞ്ഞു. അതിനിടയിൽ ശ്രീകുട്ടി ചെറുതായിട്ട് പിണങ്ങി കേട്ടോ. അവന് നമ്മൾ ഫാൻസി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവൻ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ ആ ഒരു വിഷമം ഭയങ്കര കണ്ണൊക്കെ നിറച്ച് സങ്കടപ്പെട്ടിട്ടാണ് കുടിക്കണേ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഷേക്കാണ് അവൻ പറഞ്ഞത്. ശ്രീകുട്ടി ചിക്കു ഷേക്കാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് ഷേക്ക് വേഗം വന്നതുകൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പരാതിയും ദേഷ്യമൊക്കെയാണ് കാണിക്കണേ. അങ്ങനെ ശ്രീകുട്ടിയുടെ ചിക്കു ഷേക്ക് വന്ന് ഞാനൊരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.